ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ജർമ്മനിയിൽ എത്തും. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരം കേരളത്തിന്. പുരസ്കാരം കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ആത്മഹത്യാ പ്രതിരോധത്തിന് സമൂഹത്തെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. പാരീസ് പാരാലിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരികെയെത്തിയ ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ഡൽഹി വിമാനത്താവളത്തിൽ ഉജ്ജ്വല വരവേൽപ്പ്. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ജർമ്മനിയിൽ എത്തും. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുക, സഹകരണത്തിനുള്ള കൂടുതൽ സാധ്യതകൾ പരിശോധിക്കുക എന്നിവ ലക്ഷ്യമിട്ട് അദ്ദേഹം ജർമ്മൻ വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രധാന നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ അടുത്ത മാസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് വഴിയൊരുക്കുന്നതാണ് വിദേശകാര്യമന്ത്രിയുടെ ജർമ്മൻ സന്ദർശനമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്നലെ റിയാദിൽ നടന്ന ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിൽ മന്ത്രിതല സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി സഹ അധ്യക്ഷനായി പങ്കെടുത്തിരുന്നു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച സ്വിറ്റ്സർലാൻഡ് സന്ദർശിക്കും. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരത്തിന് കേരളം അർഹമായി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഓൺലൈൻ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഇടപെടലിനാണ് കേരള പോലീസിന് അംഗീകാരം ലഭിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, സൈബർ എസ്പി ഹരിശങ്കർ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം. റിപ്പോർട്ട് സംബന്ധിച്ച് എന്ത് നടപടിയാണ് എടുക്കാൻ സാധിക്കുക എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. സ്ത്രീകളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് വ്യക്തമാക്കിയ കോടതി സംസ്ഥാനത്തെ ഭൂരിപക്ഷത്തിനെ ബാധിക്കുന്ന വിഷയമാണ് ഇതെന്നും നിശബ്ദരായിരിക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞു. ഇത് സിനിമാ മേഖലയിലെ സ്ത്രീകളെ മാത്രമല്ല സമൂഹത്തിനെ ആകെ ബാധിക്കുന്ന വിഷയമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ മാധ്യമ വിചാരണ പാടില്ലെന്നും കോടതി എടുത്തു പറഞ്ഞു. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ ഈ മാസം 14 വരെ സംഘടിപ്പിക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മന്ത്രി ജി ആർ അനിൽ ഹോർട്ടികോർപ്പിന്റെ സഞ്ചരിക്കുന്ന വിൽപ്പനശാലയുടെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൃഷിവകുപ്പിന്റെ 1076 വിപണികൾ, ഹോർട്ടികോർപ്പിന്റെ 764 വിപണികൾ എന്നിങ്ങനെ ആകെ 2000 കർഷക ചന്തകളാണ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് പഴം പച്ചക്കറികൾ സംഭരിച്ച് ന്യായമായ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുവാനാണ് വിപണി ഇടപെടൽ പദ്ധതിയായ കർഷക ചന്തകളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. എറണാകുളം ജില്ലയിലെ നിയോജക മണ്ഡല തലത്തിലുള്ള സപ്ലൈകോയുടെ ഓണം ഫെയറുകൾക്ക് തുടക്കമായി. ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു സൂപ്പർ മാർക്കറ്റ് വീതമാണ് ഓണം ഫെയറായി പ്രവർത്തിക്കുക. എറണാകുളം മറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ജില്ലാ ഓണം ഫെയറിന് പുറമെയാണ് നിയോജക മണ്ഡല തലത്തിലുള്ള ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. 30 കോടി രൂപയുടെ വിറ്റുവരവാണ് ഓണം വിപണന മേളയോടനുബന്ധിച്ച് കുടുംബശ്രീ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണച്ചന്തയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കുടുംബശ്രീയുടെ ലേബൽ ഉണ്ടാകും. ആകെ 2154 വിപണന മേളകളാണ് കുടുംബശ്രീയുടേതായി ഉണ്ടാകുക. വിപണനമേള 14-ന് സമാപിക്കും. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലങ്ങളിലൊന്നാണ് കാഴ്ചകളുടെ പറുദീസയായ ഇടുക്കി. മൂന്നാറും മീശപ്പുലിമലയും നീലക്കുറിഞ്ഞു പൂക്കുന്ന മലനിരകളും മാത്രമല്ല, അധികമാർക്കും അറിയാത്ത ഒട്ടേറെ സുന്ദരമായ ഇടങ്ങൾ ഇടുക്കിയിലുണ്ട്. ഇത്തരം അതിമനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം.
ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രകൃതിയൊരുക്കിയ അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ് തൊമ്മൻകുത്തിലെ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം. തൊടുപുഴയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ആനചാടിക്കുത്ത്. പ്രശസ്തമായ തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിന് ഈ പേര് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഒരിക്കൽ 2 ആനകൾ തമ്മിൽ അടിപിടി കൂടുകയും അതിനിടെ ഒരാന കാൽവഴുതി ഇവിടെ വീണ് ചെരിയുകയും ചെയ്തുവെന്നതാണത്. ആന ചാടിയ സ്ഥലമായതിനാൽ ഈ വെള്ളച്ചാട്ടത്തെ ആളുകൾ ആനചാടിക്കുത്ത് എന്ന് വിളിച്ചു. മഴക്കാലത്താണ് വെള്ളച്ചാട്ടം ഏറ്റവും മനോഹരമാകുന്നത്. ഓണക്കാലമായതോടെ ആനചാടിക്കുത്തിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു. തൊടുപുഴ, മൂവാറ്റുപുഴ ഭാഗങ്ങളിൽ നിന്നും തൊമ്മൻകുത്ത് ടൌണിലൂടെയാണ് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത്. മുതിർന്ന സിപിഐഎം നേതാവ് സീതാറാം യെച്ചൂരിയെ ന്യൂഡൽഹി എയിംസിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണെന്ന് സിപിഐഎം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അഗതികളായ രോഗികളെ ഗാന്ധിഭവൻ ഏറ്റെടുക്കുന്നു. ഉച്ചയ്ക്ക് മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ചടങ്ങ്. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യാ പ്രവണത തടയുവാനുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ലോകാരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര ആത്മഹത്യാ പ്രതിരോധ സംഘടനയും ചേർന്നാണ് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നത്. ആത്മഹത്യാ പ്രതിരോധത്തിന് സമൂഹത്തെ സജ്ജരാക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോകത്താകമാനം നടക്കുന്ന ആത്മഹത്യയുടെ 17% ഇന്ത്യയിലാണ്. കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ തെക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ കൂടുതൽ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് കൊമ്മേരിയിൽ 53 പേർക്ക് മഞ്ഞപ്പിത്ത രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി ആരോഗ്യ വിഭാഗം. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ കൊമ്മേരിയിൽ 53 പേർക്കാണ് മഞ്ഞപ്പിത്ത രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നിലവിൽ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന ഒരാളുടെ ആരോഗ്യനില വീണ്ടെടുത്ത് ആശുപത്രി വിട്ടു. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിലാണ് കൂടുതൽ പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഉറവിടങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷനും നടന്നുവരികയാണ്. പാരീസ് പാരാലിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘം ഇന്ന് ഡൽഹിയിൽ തിരിച്ചെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ കായിക താരങ്ങൾക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 29 മെഡലുകളുമായി പാരാലിമ്പിക്സിൽ ഇന്ത്യ ശ്രദ്ധേയ നേട്ടമാണ് കൈവരിച്ചത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് എഫ്സി തിരുവനന്തപുരം കൊമ്പൻസുമായി ഏറ്റുമുട്ടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കാലിക്കറ്റ് എഫ്സിയുടെ ആദ്യ മത്സരമാണ് ഇത്. ഓണം കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് തുറക്കും. തിരുവോണ പൂജകൾ 15-ന് നടക്കും. ഓണം പൂജകൾക്കിടയിൽ കന്നിമാസ പൂജകൾ കൂടി വരുന്നതിനാൽ ഈ മാസം 21 വരെ നട തുറന്നിരിക്കും. പൂജകൾ പൂർത്തിയാക്കി 21-ന് രാത്രി 10-ന് നട അടയ്ക്കും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തെക്കൻ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം വിസ്മയ മാക്സ് തിരുവനന്തപുരത്തിന്റെ സഹകരണത്തോടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് കവിയരങ്ങ് സംഘടിപ്പിക്കുന്നു. കവടിയാർ വിസ്മയ മാക്സ് അനക്സിൽ നാളെ വൈകിട്ടാണ് കവിയരങ്ങ് നടക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷ നൽകുന്നതിന് തീയതി നീട്ടി. ഈ മാസം 23 വരെ ഓൺലൈനായി അപേക്ഷ നൽകാമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. നേരത്തെ ഇന്നുവരെയാണ് അപേക്ഷ നൽകാൻ സമയപരിധി നിശ്ചയിച്ചിരുന്നത്. ന്യൂനപക്ഷ പദവി വിനിയോഗിച്ച് ജൂനിയറിനെ പ്രധാനാധ്യാപകനാക്കിയതിൽ ചട്ടങ്ങൾ പാലിക്കാത്ത വടകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് 15,000 രൂപ പിഴ വിധിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. കോഴിക്കോട് വില്യാപ്പള്ളി MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയറായിരുന്ന വ്യക്തിയെ മറികടന്ന് ജൂനിയറായ മറ്റൊരു വ്യക്തിയെ പ്രിൻസിപ്പലായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ പാലിച്ചില്ല എന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കണം എന്ന് ആവർത്തിച്ച് UN മനുഷ്യാവകാശ കമ്മീഷൻ. ഗസയിലെ യുദ്ധാന്തരീക്ഷം ഒഴിവാക്കി പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വോൾക്കർ ടർക്ക് ആഹ്വാനം ചെയ്തു. UN മനുഷ്യാവകാശ കൌൺസിലിന്റെ 57ാമത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ന് ജർമ്മനിയിലെത്തും. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരം കേരളത്തിന്. പുരസ്കാരം കേന്ദ്രമന്ത്രി അമിത് ഷാ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി.
സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ആത്മഹത്യാ പ്രതിരോധത്തിന് സമൂഹത്തെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. പാരീസ് പാരാലിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരികെയെത്തിയ ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ഡൽഹി വിമാനത്താവളത്തിൽ ഉജ്ജ്വല വരവേൽപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.